നായികമാർക്ക് പ്രാധാന്യമുള്ള സിനിമകളിൽ അഭിനയിക്കാൻ നായകന്മാർ വിമുഖത കാണിക്കുന്ന ഒരു കാലം മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു. സ്ക്രീൻ സ്പേസ് നായികമാർക്ക് കൂടുതലാണെങ്കിൽ മുൻനിര താരങ്ങൾ നായക കഥാപാത്രത്തെ ഏറ്റെടുക്കാൻ പലപ്പോഴും തയ്യാറാകുമായിരുന്നില്ല. എന്നാൽ നായിക പ്രാധാന്യമുള്ള ഒരു സിനിമയായിട്ടും അതിലെ കഥാപാത്രം ചെയ്യാൻ നടിമാർ തയ്യാറാകാത്തതിനെ കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ സിബി മലയിൽ. തിയേറ്ററിൽ ആളുകളെ കൂട്ടത്തോടെ കരയിപ്പിച്ച ആകാശദൂത് എന്ന ചിത്രത്തെക്കുറിച്ചാണ് സിബി മലയിൽ പറയുന്നത്. ആകാശദൂതിലെ നായികവേഷം ചെയ്യാൻ വേണ്ടി താൻ നിരവധി നടിമാരെ സമീപിച്ചെന്നും എന്നാൽ കഥ കേട്ടവരൊന്നും ആ റോൾ ചെയ്യാൻ തയ്യാറായില്ലെന്നുമാണ് സിബി മലയിൽ പറയുന്നത്. നായകനായി താൻ ആദ്യം സമീപിച്ചത് മുരളിയെ തന്നെയാണെന്നും സിബി മലയിൽ പറയുന്നു. ഈ സിനിമ എൻ്റെ അടുത്ത് കൊണ്ടുവന്നത് അതിൻ്റെ നിർമ്മാതാവാണ്. ഡെന്നിസ് ജോസഫിൻ്റെ അങ്കിളാണ് പ്രേംപ്രകാശ്. അദ്ദേഹമാണ് ആ സിനിമയുടെ നിർമ്മാതാവ്. ഡെന്നിസിൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു കഥയുണ്ടെന്ന് കേൾക്കാമോ എന്നും ചോദിച്ചാണ് അദ്ദേഹം വന്നത്. കഥ കേട്ടപ്പോൾ തന്നെ ഇത് ഹിറ്റാകാൻ പോകുന്ന സിനിമയാണെന്ന് ഞാൻ പറഞ്ഞു. സിനിമ ചെയ്യാമെന്നും പറഞ്ഞു. ആ വിശ്വാസത്തിൽ തന്നെയാണ് തുടങ്ങിയത്. പിന്നെ അതിലേക്കുള്ള കാസ്റ്റിംഗ് വലിയ ചലഞ്ചായിരുന്നു. കാരണം നായിക പ്രാധാന്യമുള്ള സിനിമയാണ്. സോ കോൾഡ് മുൻനിരയിൽ നിൽക്കുന്ന നായകന്മാർക്ക് ആർക്കും അതിനകത്ത് വലിയ സ്പേസ് ഇല്ല. അതുകൊണ്ട് അവർക്കതിന് താല്പര്യവും ഉണ്ടാവില്ല. നടൻ മുരളിയും ഞാനുമായിട്ട് വലിയ വ്യക്തിബന്ധമുണ്ട്. ഞാൻ ഏത് സിനിമയ്ക്ക് വിളിച്ചാലും ഏത് റോളാണെന്ന് നോക്കാതെ വലിപ്പച്ചെറുപ്പം നോക്കാതെ അവൻ വരും. ഈ സിനിമയിലും മുരളിയെ തന്നെയാണ് ഞാൻ ആദ്യം മനസ്സിൽ കണ്ടത്. എന്നാൽ നായികയുടെ കാര്യത്തിൽ വലിയ ചലഞ്ചായിരുന്നു. ആദ്യമായി അപ്രോച്ച് ചെയ്തത് സുഹാസിനിയെ ആയിരുന്നു. ഞാനില്ല സാറേ, എൻ്റെ ഇളയ കുഞ്ഞിന് 1.5 വയസ്സ് ആകുന്നേയുള്ളൂ, എനിക്ക് അത് ചെയ്യാൻ പാടാണെന്ന് സുഹാസിനി പറഞ്ഞു. പിന്നെ രേവതിയെ അപ്രോച്ച് ചെയ്തു. കഥ കേട്ടപ്പോൾ രേവതി, സാർ ഒരു ദിവസം തരുമോ, ഞാൻ രാത്രിയിൽ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ എന്നെ വിളിച്ചു. രേവതി പറഞ്ഞു, സാർ ഈ കഥ കേട്ട ശേഷം എൻ്റെ മനസ്സിന് ഭയങ്കര ഭാരമാണ്, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു മറാഠി നടിയെ നോക്കി, പലരെയും നോക്കി. എല്ലാവരും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു മാറി. അപ്പോഴാണ് മാധവിയുടെ കാര്യം ആരോ പറയുന്നത്. മാധവിയെ പൊതുവെ അൺലക്കി ആയിട്ടാണ് അന്ന് ഇൻഡസ്ട്രിയിൽ ഉള്ളവർ കണ്ടിരുന്നത്. മാധവി ചെയ്ത സിനിമകളൊന്നും ഓടിയിട്ടില്ല എന്ന് പറയുന്ന ഒരു ചിന്തയും ഉണ്ടായിരുന്നു. ഞാൻ മാധവിയുടെ കാര്യം പറഞ്ഞപ്പോൾ പ്രൊഡ്യൂസർ മാധവി വേണോ എന്ന് എന്നോട് ചോദിച്ചു. നമ്മുടെ കഥയിൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്, അത് നന്നായി പെർഫോം ചെയ്യുന്ന ഒരു ആക്ട്രസ് വന്നാൽ നല്ലത് അല്ലേ എന്ന് ഞാൻ ചോദിച്ചു. അങ്ങനെ ഞാൻ അവരെ ചെന്ന് കണ്ട് സംസാരിച്ചു. അവർ അപ്പോൾ തന്നെ ഓക്കെ ആയി. കഥയിലുള്ള ഒരു വിശ്വാസമാണ് കാസ്റ്റിംഗ് നമുക്ക് എളുപ്പമാക്കുന്നത്. കഥയിൽ ബലക്കുറവുണ്ടെങ്കിൽ ഒരു ആക്ടറുടെ എൻട്രിയോടെ അത് ബലപ്പെടുത്താം. ഇവിടെ പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല, സിബി മലയിൽ പറഞ്ഞു.